AM കിച്ചൺ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ നല്ലൊരു ഡ്രിങ്ക് ഉണ്ടാക്കണം, അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കടല മുട്ടായി എടുത്തിട്ടുണ്ട്, ഒരു 5-6 മൈസൂർ പഴം, നന്നായിട്ട് പഴുത്ത പഴവും എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഞാലിപ്പൂവനൊക്കെ ചേർത്താൽ മതിയിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് തണുത്ത പാലും ആവശ്യമുണ്ട്, പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ കടല മുട്ടായിയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം, മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട്. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ കടലമുട്ടായിയൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തു. അതിലേക്ക് പഴം ഒന്ന് ചെറുതായി മുറിച്ചിട്ടു. ഇനി ഇതും ഒന്ന് കുറച്ച് പാൽ ചേർത്തൊന്ന് അടിച്ചെടുക്കുക, നന്നായിട്ട് അടിച്ചെടുക്കുക. അടിച്ചെടുക്കാൻ ആവശ്യത്തിന് കുറച്ച് പാൽ ചേർത്താൽ മതി. പാലെല്ലാം അതിൽ ചേർക്കാനുള്ളതാണ്, നമുക്ക് സാവധാനം ചേർക്കാം. അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഞാനിത് ഒരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ നല്ല ടേസ്റ്റാണെന്ന് തോന്നി. പിന്നെ അവർ നല്ല ഇത് കമൻറ്റൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് ബാക്കി പാലും കുറേശ്ശെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ടേസ്റ്റ് ഉണ്ട്, നല്ല കുടിക്കാനും നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ആ കണ്ട വീഡിയോയിൽ പറയുന്ന അത്രയ്ക്ക് ഒരു പായസത്തിൻ്റെ ടേസ്റ്റാണെന്നൊക്കെ അവർ പറയുന്നത്. അത് അത്രയ്ക്ക് എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആയിക്കോണമെന്നില്ലല്ലോ. പക്ഷേ സംഗതി നല്ല ടേസ്റ്റ് ഉണ്ട്. അതാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ അതാ ഞാൻ മൊത്തം പാൽ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ നല്ലൊരു എന്താ പറയുക, തണുപ്പൊക്കെ ആക്കിയിട്ട് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കത് നമ്മളെ സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റി വയ്ക്കാം, ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിതാ 3 ഗ്ലാസ്, ഞങ്ങൾ 3 പേരാണുള്ളത്, 3 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. ഇനി ഞാൻ നേരത്തെ പൊടിച്ച് വെച്ച കുറച്ച് മുട്ടായി, അതായത് കടല മുട്ടായിൻ്റെ കുറച്ച് പൊടിച്ച് വെച്ചത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്ത് നമുക്കിത് കുടിച്ച് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം. അപ്പോൾ ഞാനിത് 3 ഗ്ലാസ്സിലും കുറേശ്ശെ ആയിട്ട് ഇടുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.